എന്നാണ് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്? ആൻസർ ജൂൺ 19. ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? ആൻസർ PN പണിക്കർ. വരിക വരിക സഹചരേ എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചതാര്? ആൻസർ അംഷി നാരായണ പിള്ള. ചെമ്മീൻ, കയർ എന്നീ കൃതികൾ രചിച്ചതാര്? തകഴി ശിവശങ്കര പിള്ള. ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ എന്നീ കൃതികൾ രചിച്ചതാര്? ആൻസർ SK പൊറ്റക്കാട്. ഓടക്കുഴൽ എന്ന കൃതിയുടെ കർത്താവാര്? ആൻസർ G ശങ്കരക്കുറുപ്പ്. മലയാള ഭാഷയുടെ പിതാവെന്നറിയപ്പെടുന്ന വ്യക്തിയാണ്? ആൻസർ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഐതിഹ്യമാലയുടെ കർത്താവാര്? ആൻസർ കൊട്ടാരത്തിൽ ശങ്കുണ്ണി. പഞ്ചതന്ത്രം കഥകൾ രചിച്ച വ്യക്തിയാര്? ആൻസർ വിഷ്ണു ശർമ്മ. മലയാളത്തിലെ ആദ്യ മാസിക ഏതാണ്? ജ്ഞാന നിക്ഷേപം. കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആൻസർ വള്ളത്തോൾ നാരായണ മേനോൻ. ദൈവമേ കൈതൊഴാം എന്നാരംഭിക്കുന്ന പ്രാർത്ഥനാ ഗാനം രചിച്ചതാര്? ആൻസർ പന്തളം കേരളവർമ്മ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യം എന്താണ്? ആൻസർ മലബാറിലെ ഔഷധ സസ്യങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഏത്? ആൻസർ ജ്ഞാനപീഠ പുരസ്കാരം. കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാര്? ആൻസർ വള്ളത്തോൾ. പരിസ്ഥിതി പ്രവർത്തകരായ പ്രശസ്ത കവി ആരാണ്? ആൻസർ സുഗത കുമാരി. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യക്തി? ശാന്തി പ്രസാദ് ജെയിൻ. വന്ദേ മാതരം എന്ന ഗാനം ഉൾപ്പെടുത്തുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ നിന്നാണ്? ആനന്ദമഠം. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരെ? VV അയ്യപ്പൻ. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെ? JC ഡാനിയേൽ. കുമാരനാശാൻ ആദ്യമായി എഴുതിയ ഖണ്ഡകാവ്യം ഏതാണ്? ആൻസർ വീണപ്പൂവ്. മാറ്റുവിൻ ചട്ടങ്ങളെ, സ്വയമല്ലെങ്കിൽ മാറ്റുമതി കളി നിങ്ങളെ താൻ. ആരാണ് ഈ വരികൾ എഴുതിയത്? കുമാരനാശാൻ. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം ഏതാണ്? വർത്തമാന പുസ്തകം. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആര്? PN പണിക്കർ. ജൂൺ 19 ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചത് ഏത് വർഷം? 2017. രാത്രിമഴ എന്ന പ്രസിദ്ധ കവിത എഴുതിയതാരാണ്? സുഗത കുമാരി. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെട്ടതാരെ? വൈക്കം മുഹമ്മദ് ബഷീർ. എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചതാര്? വള്ളത്തോൾ. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം? 2013. പ്രാചീന കവിത്രയങ്ങൾ ആരെല്ലാം? എഴുത്തച്ഛൻ, ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ. കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാര്? കുഞ്ചൻ നമ്പ്യാർ. എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ തിരൂരിലെ തുഞ്ചൻ പറമ്പ്. ചിത്രയോഗം എന്ന മഹാകാവ്യം രചിച്ചതാര്? ആൻസർ വള്ളത്തോൾ. മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തിയാര്? കുമാരനാശാൻ. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രമേത്? സാഹിത്യ ലോകം. ഉമാകേരളം എന്ന പ്രസിദ്ധമായ മഹാകാവ്യം രചിച്ചതാര്? ഉള്ളൂർ. ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നതാര്? P സച്ചിദാനന്ദൻ. PN പണിക്കർ അന്തരിച്ചതെന്ന്? 1995 ജൂൺ 19. തത്വമസി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര്? സുകുമാർ അഴീക്കോട്. മലയാളം ഏതു ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെടുന്നു? ആൻസർ ദ്രാവിഡം. കേരള പാണിനി എന്നറിയപ്പെട്ടതാര്? AR രാജരാജവർമ്മ. മലയാള ഭാഷയുടെ ഉൽപ്പത്തി ഏതു ഭാഷയിൽ നിന്നാണ്? ആൻസർ തമിഴ്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥമേത്? സംക്ഷേപ വേദാർത്ഥം. PN പണിക്കർ നയിച്ച ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ച യുനെസ്കോ അവാർഡ് ഏതാണ്? ക്രൂപ്സ്കായ അവാർഡ്. ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നതാര്? ഗ്രീക്ക് സാഹിത്യം. PN പണിക്കരുടെ മുഴുവൻ പേരെന്ത്? പുതുവായിൽ നാരായണ പണിക്കർ.
വായനാ ദിനം കേരളത്തിൽ ആചരിക്കാൻ തുടങ്ങിയത് എന്നു മുതൽ? ആൻസർ 1996 ജൂൺ 19. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. ആരുടെ വാക്കുകളാണ്? ആൻസർ കുഞ്ഞുണ്ണി മാഷ്. ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയതാര്? ആൻസർ വള്ളത്തോൾ നാരായണ മേനോൻ.